പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. അതേ പ്രിയമുള്ളവരെ, ഉയരത്തിൽ നിന്ന് നാം ശക്തി പ്രാപിച്ചവരാണെങ്കിൽ നിശ്ചയമായി ഉയരത്തിലുള്ളത് അന്വേഷിക്കുവാനും ഉയരത്തിലുള്ളത് ചിന്തിക്കുവാനും നമുക്ക് ഇടയായി തീരും. നാം ഈ ഭൂമിയിലാണ് ആയിരിക്കുന്നു എങ്കിലും അവൻ എപ്പോഴും ഉയരത്തിലുള്ളതിനെക്കുറിച്ച് അവൻ ധ്യാനിക്കുവാൻ നമുക്കിടയായി തീരണമെങ്കിൽ ഉയരത്തിൽ നിന്നുള്ള അത്യന്ത ശക്തി പ്രാപിച്ചാൽ മാത്രമേ കഴിയത്തുള്ളൂ. ഉയരത്തിൽ നിന്നുള്ള ശക്തി നാം പ്രാപിച്ചു കഴിയുമ്പോൾ അവൻ നമ്മുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങളുണ്ടാകും. അതേ ജീവിതത്തിൽ ഒരു മാറ്റവും കാണുവാൻ കഴിയുന്നില്ലല്ലോ എന്നോർത്ത് ആത്മീക ജീവിതത്തിലും ശാരീരിക ആരോഗ്യ മേഖലകളിലും ജോലി സ്ഥലങ്ങളിലും വിദ്യാഭ്യാസ കാര്യങ്ങളിലും അല്ലെങ്കിൽ ബിസിനസ് മേഖലകളിലും ശുശ്രൂഷാ തലങ്ങളിലും ഒരു മാറ്റവും കാണുവാൻ കഴിയുന്നില്ലല്ലോ എന്ന് ഭാരപ്പെടുന്നവരോട് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നമ്മോട് ഓരോരുത്തരോടും വ്യക്തമായി സംസാരിക്കും. നിശ്ചയമായി കർത്താവ് നമ്മുടെ സ്ഥിതികളെയും അവസ്ഥകളേക്കും മാറ്റം നൽകുവാൻ സർവശക്തനാണ്. സ്ഥിതികൾക്കും അവസ്ഥകൾക്കും കർത്താവ് മാറ്റം നൽകും. എന്നാൽ നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റുന്ന യേശുവിൻ്റെ സന്നിധിയിൽ നാം കാത്തിരുന്നു കൊണ്ട് ആ ഉയരത്തിൽ നിന്നുള്ള ശക്തി നാം പ്രാപിക്കുമ്പോൾ നിശ്ചയമായി ഹല്ലേലൂയ, ഒന്നാമത് നമ്മുടെ ജീവിതം തന്നെ മാറും. നമ്മുടെ ആത്മീക ജീവിതത്തിൽ ഒരു വലിയ മാറ്റം സംഭവിക്കും. അതേ തുടർന്ന് ആമേൻ സ്തോത്രം, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ദൈവപ്രവൃത്തി വെളിപ്പെടുവാനിടയായി തീരും. ആമേൻ. ഇന്നത് ചിന്തിക്കാധാരമായി നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം അതിൻ്റെ 15-ാം വചനം. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ അപ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരും, ഉദ്യാനം വനമായി എണ്ണപ്പെടും. ഇവിടെ ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ എന്ന് പറയുമ്പോൾ ആ പകരുവോളം പകരുന്നതിന് മുന്നേ വരെ ഉള്ള സാഹചര്യം എന്തുമായിരിക്കും? അതിൻ്റെ തൊട്ട് മുൻപിലുള്ള 12 വചനം മുതലുള്ള വചനങ്ങൾ നാം വായിക്കുമ്പോൾ മനോഹരമായ വയലുകളെയും ഫലപുഷ്ടിയുള്ള മുന്തിരിവള്ളിയും ഓർത്തവർ മാറത്തടിക്കും. എൻ്റെ ജനത്തിൻ്റെ ദേശത്ത് ഉല്ലസിത നഗരത്തിലെ സകല സന്തോഷ ഭവനങ്ങളിലും മുള്ളും പറക്കാരെയും മുളയ്ക്കും. നഗരം ജനപുഷ്ടിയുള്ള നഗരം നിർജ്ജനമായി തീരും, അരമന ഉപേക്ഷിക്കപ്പെടും. അങ്ങനെ ആമേൻ സ്തോത്രം സ്തോത്രം സ്തോത്രം. വലിയൊരു ക്ഷാമത്തിൻ്റെ മേഖല അല്ലെങ്കിൽ വരൾച്ചയുടെ അവസ്ഥകൾ, മുള്ളും പറക്കാരെയും വേദനയും ദുഃഖവും കണ്ണുനീരിൻ്റെയും അനുഭവങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. എന്നിട്ടാണ് താഴെ പറയുന്ന ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ. അത് ഉയരത്തിൽ നിന്ന് ആത്മാവിനെ പ്രാപിക്കുവോളം നമ്മുടെ ജീവിതത്തിൽ മുള്ളും പറക്കാരെയും ആമേൻ സ്തോത്രം ആമേൻ ഉപേക്ഷിക്കപ്പെടുന്ന അവസ്ഥ, നിർജ്ജനമായി തീരുന്ന അവസ്ഥ, ആമേൻ സ്തോത്ര സന്തോഷ ഭവനങ്ങളിലൊക്കെ ദുഃഖങ്ങൾ ആഞ്ഞടിക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാകാം. എന്നാൽ ഉയരത്തിൽ നിന്ന് അവനെ പകർന്നു കഴിയുമ്പോഴോ അടുത്ത് നാം വായിച്ചു 15-ാം വചനത്തിൽ മരുഭൂമിയും ഉദ്യാനമായി തീരും. അതേ മരുഭൂമി തന്നെയാണ് ഉദ്യാനമെന്ന് പറയുമ്പോൾ നല്ല വയൽനിലം. ആമേൻ സ്തോത്രം. നല്ല ആമേൻ ഫലപുഷ്ടിയായിട്ടുള്ളൊരു വയൽനിലമായി ആ മരുഭൂമി മാറുവാൻ ഇടയായി തീരും. മാത്രമല്ല ആമേൻ സ്തോത്ര വയൽ ആമേൻ സ്തോത്ര അതൊരു വനമായി എണ്ണത്തക്ക രീതിയിൽ അത് ആമേൻ സ്തോത്ര അതിൻ്റെ അവസ്ഥകൾക്ക് മാറ്റം വരും. ആമേൻ. എന്നാൽ കാരണം അതിൻ്റെ മെയിൻ ആമേൻ സ്തോത്രം റീസൺ എന്ന് പറയുന്നത് ആത്മാവിനെ പകർന്നു കഴിഞ്ഞു. എത്ര പേരാണ് ആമേൻ സ്തോത്രം ഇതിനായി വാഞ്ചിക്കുന്നത്? ഹല്ലേലൂയ. ഭൂമിയിലുള്ള നമ്മുടെ ശക്തി, മാനുഷിക ശക്തി, സ്വന്തം ബലം, സ്വന്തം ശക്തി, അല്ലെങ്കിൽ പണശക്തി, പണത്തിൻ്റെ ബലം, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ബന്ധങ്ങളുടെ ശക്തി, ഇതൊക്കെ ഒരു നാൾ നശിച്ചു പോകും. ഹല്ലേലൂയ. ഈ ശക്തികളൊക്കെ ക്ഷയിച്ചു പോകും. എന്നാൽ ഉയരത്തിൽ നിന്ന് നാം ശക്തി പ്രാപിച്ചു കഴിഞ്ഞാലോ ഈ ഭൂമിയിൽ ഒരു മരുഭൂമിയുടെ അനുഭവത്തിൽ മുള്ളും പറക്കാരെയും നിറഞ്ഞ അനുഭവത്തിൽ നാം ആയിരുന്നാലും ആ സാഹചര്യങ്ങൾക്ക് വ്യത്യാസം വരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. നമുക്കറിയാം അപ്പോസ്തലന്മാർ, യേശുവിൻ്റെ ശിഷ്യന്മാർ ഉയരത്തിൽ നിന്ന് ശക്തി പ്രാപിക്കുന്നതിന് തൊട്ട് മുൻപ് വരെയും ഭയന്നും വിറച്ചും കൊണ്ട് റൂമിനകത്തായിരുന്നു. ഹല്ലേലൂയ. ഭയപ്പെട്ടിരുന്നു. യേശുവിൻ്റെ കല്ലറയ്ക്കൽ ഓടി വന്ന് നോക്കി വീണ്ടും ഭയപ്പെട്ടവർ തിരികെ ഓടി. അവൻ അത്രത്തോളം ഭയപ്പെട്ടവരായിരുന്നു. എന്നാൽ ഉയരത്തിൽ നിന്ന് ശക്തി പ്രാപിച്ചു കഴിഞ്ഞപ്പോഴോ അവരുടെ അവസ്ഥകൾക്കും സ്ഥിതികൾക്കും സാഹചര്യങ്ങൾക്കും ജീവിതത്തിനും വലിയ വ്യത്യാസമുണ്ടായി, വലിയ ഉണർവ് വ്യാപരിക്കുവാനിടയായി തീർന്നു. അങ്ങനെയാണെങ്കിൽ ദൈവസന്നിധിയിൽ വാഗ്ദത്തത്തിനായി കാത്തിരിക്കാമോ? പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിനായി യഥാർത്ഥമായൊരു ദൈവശക്തിക്കായി കാത്തിരിക്കാമോ? ഉയരത്തിൽ നിന്ന് ആത്മാവ് നമ്മുടെ മേൽ പകരുമ്പോൾ ആ സ്വർഗത്തിലെ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനത്താൽ
കർത്താവ് നിറയ്ക്കും, ഉയരത്തിലെ ശക്തിയാൽ കർത്താവ് നമ്മെ നിറയ്ക്കും. ഹല്ലേലൂയ. ഉയരത്തിലുള്ളത് ചിന്തിപ്പാനും അന്വേഷിക്കുവാനും ഇടയായിത്തീരും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങ് ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ മാറ്റുവാൻ, കർത്താവ് വലിയ വ്യത്യാസങ്ങളെ നൽകുവാൻ, കർത്താവ് സ്ഥിതികൾക്ക് അവസ്ഥകൾക്ക് മാറ്റി നൽകുവാൻ അങ്ങ് സർവശക്തനാണല്ലോ. എന്നാൽ ഈ നാളുകൾ ദൈവസന്നിധിയിൽ കാത്തിരുന്നുകൊണ്ട് ഉയരത്തിൽ നിന്നുള്ള ആത്മാവിനെയും ദൈവശക്തിയെയും അപ്പോൾ ദൈവിക കർത്താവ് ഇടപെടലുകളെയും കർത്താവ് പ്രാപിച്ചുകൊണ്ട് ഓരോ നാളും മുന്നേറുവാൻ കർത്താവ് സഹായിക്കണമേ. വെള്ളം പറക്കാരെ നിറഞ്ഞ അനുഭവത്തിൽ കഷ്ടങ്ങളും നഷ്ടങ്ങളും വേദനകളും പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധികളുടെ നടുവിലായിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ അവസ്ഥകൾ മാറട്ടെ നാഥ. മരുഭൂമി ഉദ്യാനമായി തീർന്നതുപോലെ ഉദ്യാനം വനമായി എണ്ണപ്പെട്ടതുപോലെയുള്ള വലിയ ദൈവപ്രവൃത്തികൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന കൃപകൾക്കായ സ്തോത്രം. വചനം കേൾക്കുന്ന എല്ലാവരും ഉയരത്തിൽ നിന്നുള്ള ആത്മാവിനെ പ്രാപിച്ചുകൊണ്ട് കർത്താവ് അങ്ങേക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ സഹായിക്കണം. കർത്താവ് ഞങ്ങളുടെ വരവിനായി ഞങ്ങളെ ഒരുക്കണം. അതിനായി ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെയും ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ ഏവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.